റീച്ച് ആവാൻ വേണ്ടി ഒരു ഡബിൾ ഡാഡി മോഡ് ഒരു വീഡിയോ എടുത്തു. ആദ്യം അബ്സാക്കി റജി അവള് ഒരു കാര്യമില്ലാതെ അത് ഫേസ് കാണിക്കാതെ ഒരു പുള്ളിയുടെ സൈഡിൽ ഇരുന്ന് ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് പോണ ഒരു വീഡിയോ എടുത്തു. അത് ഇട്ടു. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ വരെ അതിങ്ങനെ റീച്ച് ചെയ്ത് പോയി. അത് കണ്ടപ്പം നമ്മളെ ഫേമസ് യൂട്യൂബർ ഷിംജിന്റെ കരിമോഹം അവർക്കൊന്ന് വൈറലാവണം എന്ന് പറഞ്ഞ് എന്റെ മുഖം 10 പേര് കാണണം, ഞാൻ ഫേമസ് ആണെന്ന് അറിയണം എന്ന് പറഞ്ഞ് വൈറലാവാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ട് തുടക്കമേ ഫോൺ ഉണക്കി. ഇത് കാണുമ്പോഴേ അറിയാം ഇന്ന് ആരെങ്കിലും ഇതേപോലെ തട്ടുന്ന പറഞ്ഞ് വീഡിയോ ചെയ്യണം. ആദ്യമേ ബസ്സിൽ കയറി മൂലയ്ക്ക് നിന്നിരുന്നു. അപ്പൊ ദീപക് എന്ന് പറഞ്ഞ പാവപ്പെട്ട വന്നു. പുള്ളിക്കാരനാണെങ്കിൽ ആർക്കോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് തലയിറക്കം വന്ന് വണ്ടി ഉണ്ടായിട്ട് തലയിറക്കം വന്നുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുണ്ട്. പാവപ്പെട്ട അങ്ങനെ ആരുടെയോ ജീവൻ രക്ഷിക്കാനായിട്ട് രക്തദാനം നടത്തി ബസ്സിൽ കയറി പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ആക്കി വന്നതിന്റെ അവളെ സൈഡിൽ തന്നെ പാവപ്പെട്ട പോയി ചെന്ന് നിന്നതും അവൾ തന്നെ ഫോൺ ഓണാക്കി എടുത്ത് വെച്ച് വീഡിയോ ഉണ്ടാക്കിയതും പുള്ളിയുടെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിനൊരു ആരോപണം വരികയും പുള്ളിക്കത് മാനഹാനി വരികയും പുള്ളി അത് ആത്മഹത്യയിലോട്ട് പോവുകയും ചെയ്തു. ഈ വീഡിയോ എല്ലാവരും കാണുന്നതാണ്, കണ്ടിട്ടുള്ളതായിരിക്കും. 10 പേര് അവളെ മോന്ത കാണണമെന്ന് വിചാരിച്ച് അവൾ എടുത്തിട്ടുണ്ടാക്കിയ വീഡിയോ കാണണം. ഇപ്പൊ അവർക്ക് പർദ്ദ ഇട്ടുകൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ചോദിക്കാനുള്ളൊരു കാര്യം, ഇതേപോലെ കാണിക്കാൻ നിൽക്കുന്നവരുടെ അടുത്തും കാണിച്ചോളം അടുത്തൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇതിനെക്കാട്ടിയും നല്ലതല്ലേ ഇതിനൊക്കെ പാലത്തിന്റെ അടിയിൽ പോയി കിടന്നു ഇരിക്കുന്ന മുട്ടില്. നല്ല കാര്യം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനും ഓരോരുത്തരുടെ ജീവിതം തുലയ്ക്കാനായിട്ട് വേറെ ആളുമാരിങ്ങനെ അളിഞ്ഞിറങ്ങി പോകും. എന്റെ ആവശ്യം എന്തിനാണ്? ഈ ഒരു പ്രവൃത്തി കാരണം, ഇവളമാരെ പോലുള്ളവരെ കാണിക്കുന്ന ഒരു പ്രവൃത്തി കാരണം നാളെ ഒരു സമയത്ത് ബസ്സിലോ പൊതുസ്ഥലത്തോ എവിടെ വെച്ചെങ്കിലും ഒരു പെൺകുട്ടിയുടെ നേരെ ശരിക്കും ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അതിനു വേണ്ടി സംസാരിക്കാനോ പ്രതികരിക്കാനോ നിൽക്കത്തില്ല. കാരണം ഇത് ഇപ്പോഴും ഓൾറെഡി 2-3 ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡായി വന്നുകൊണ്ട് ആൾക്കാരത് വിശ്വസിക്കത്തില്ല. ആരും അവർക്ക് സംസാരിക്കാൻ പോകില്ല. ശരിക്കും ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ പോലും ഇനി ഒരു മനുഷ്യനും തിരിഞ്ഞു പോകുന്നില്ല. ഇവളമാരൊക്കെ കാണിച്ചു ചേർക്കുന്ന അഭിപ്രായങ്ങളാണ്. എനിക്ക് ഉള്ളവരത്തൊക്കെ ചോദിക്കാനുള്ള ഒരു കേസ്, നിനക്കൊക്കെ ഇതൊക്കെ ഈ സെക്ഷൽ അബ്യൂസ് ആണ് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമാണ് ബസ്സിലൊക്കെ ഇവര് കാണിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വായിൽ എന്തിനാണ് പഴം ഉണ്ടായിരിക്കുന്നത്? ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയം മതിയല്ലോ. വാ തുറന്ന ബസ്സിൽ അവിടെ വെച്ച് ഷൗട്ട് ചെയ്യാനും പ്രതികരിക്കാനും. ഞാൻ വായിൽ നാക്കില്ല, ഈ വീഡിയോ ഉണ്ടാക്കിയാലോ ഉള്ളതുള്ള വാ ഒന്ന് പ്രതികരിക്കണം. എന്നിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ബസ് ഒരു അങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നി ബസ് അവിടെ നിർത്തും, ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോലീസിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ബസ് എടുപ്പിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കേസ് കൊടുക്കാമല്ലോ. ഈ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാം അത് കിട്ടാണോ ഉണ്ടാക്കുന്നത്? നീതി കിട്ടാൻ വേണ്ടിയാണ് അത് കാണിക്കുന്നത്. റീച്ച് ഉണ്ടാക്കാൻ തന്നെയല്ല കാണിച്ചു, എല്ലാവരും കാണിച്ചു. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ദിവസം ചോദിക്കുന്നതിരെ ശരിക്കും ഒരു അബ്യൂസ് നടന്നാൽ പോലും ഒരു മനുഷ്യനും ആണായാലും പെണ്ണായാലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല. കാണിച്ചോ, റീച്ച് ഉണ്ടാക്കിക്കോ.